ലതാ സജീവ് വേൾഡിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ 1ാമത്തെ യൂണിറ്റിലെ കാട്ടിലെ മഴ എന്ന ഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. ചില ചെറിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പാഠത്തിൻ്റെ ബാക്കി ഭാഗത്തേക്ക് പോകാം. വരണ്ടു കിടന്ന പുഴയായിരുന്നു. പച്ചപ്പെല്ലാം നഷ്ടപ്പെട്ട് കരിവാളിച്ചിരുന്ന കുന്നുകളായിരുന്നു. അങ്ങനെയായിരുന്നല്ലോ വനത്തിലുള്ള ചെറിയ ചെറിയ നീർച്ചാലുകളൊക്കെ വരണ്ടിരുന്നു. അങ്ങനെ ആ അവസ്ഥയെയാണ് പെട്ടെന്ന് മാറ്റം ആക്കിക്കൊണ്ട് ഈ മഴ കന്നിമഴ പെയ്തത്. അതിനുശേഷം എന്ത് സംഭവിച്ചു? പുഴയ്ക്ക് ജീവൻ വെച്ചു തുടങ്ങി. അതെന്താ അങ്ങനെ പറഞ്ഞ? അതായത് പുഴയിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക് വർദ്ധിച്ചു, അല്ലേ? കൂടുതൽ വെള്ളം പുഴയിലേക്ക് വന്ന് നിറഞ്ഞു. പുഴയുടെ നിറം തുടുത്തു എന്ന് പറഞ്ഞാൽ കലങ്ങി മറിഞ്ഞ് പേമാരിയൊക്കെ കഴിയുമ്പോൾ വെള്ളമൊക്കെ കലങ്ങി മറിഞ്ഞായിരിക്കും വരുന്നത്. നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കില്ല. കുന്നിലും മേട്ടിലും നിന്നായി 100 നീർച്ചാലുകൾ പുഴയിലേക്ക് അരിച്ചിറങ്ങി. നേരത്തെ പറഞ്ഞിരുന്ന നീർച്ചാലുകൾ എന്താണ്? കൊച്ചു കൊച്ചു അരുവികളാണ്. കാട്ടിലൂടെ ഒക്കെ ഒഴുകുന്ന കൊച്ചു കൊച്ചു അരുവികളായിരുന്നു. അതെല്ലാം വറ്റി വരണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ മഴ പെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഈ അരുവികൾ ഒരുപാട് 100 നീർച്ചാലുകൾ, കൊച്ചു കൊച്ചു വെള്ളം ഒഴുക്കുകൾ, ചെറിയ ചെറിയ ചാലുകളെല്ലാം വലുതായിട്ട് ശക്തി പ്രാപിച്ചിട്ട് ഇവയെല്ലാം കൂടി പുഴയിൽ വന്ന് അരിച്ചിറങ്ങുന്ന പതുക്കെ പുഴയിലേക്ക് വന്നു ചേർന്നു. അങ്ങനെയാണ് പുഴയ്ക്ക് ജീവൻ വെച്ചതും പുഴയുടെ വെള്ളത്തിൻ്റെ നിറം അല്ലെങ്കിൽ പുഴ തുടുത്തതും. കവി പറയുന്നത് അങ്ങനെയാണല്ലോ. ഇരുട്ടിൽ ശബ്ദം മാത്രമായിരുന്നു അവ നിലാവുദിച്ചതോടെ കാഴ്ചകളുമായി. അപ്പം മഴക്കോളൊക്കെ മാറി, കാർമേഘമൊക്കെ മാറി, ആകാശം തെളിഞ്ഞു, നിലാവുദിച്ചപ്പോൾ ഈ കാഴ്ച അതിമനോഹരമായി. മറ്റേ കലങ്ങി മറിഞ്ഞ വെള്ളം ഇങ്ങനെ ശബ്ദത്തോടെ ഇരുട്ടിൽ ഇങ്ങനെ ഒഴുകി വരുന്ന അത്ര നല്ല കാഴ്ചയായിരുന്നില്ല. എന്നാൽ നിലാവുദിച്ചപ്പോൾ ഇവ സുന്ദരമായ ഒരു കാഴ്ച. ചെറിയ ഓളം തള്ളി ഇങ്ങനെ വരുന്ന നീർച്ചാലുകൾ പുഴയിലേക്ക് എത്തിച്ചേരുന്നതും പുഴ കളകളാരവം പുഴച്ചുകൊണ്ട് ഒഴുകുന്ന ഒരു ശബ്ദമുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കി അറിയാം പുഴ ഒഴുകുന്നതിൻ്റെ ശബ്ദം. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതെല്ലാം നല്ല കാഴ്ചകളായി. മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ എന്നുവെച്ചാൽ നിലാവ് വെളിച്ചം, ആകാശം തെളിഞ്ഞു, മഴ മാറി എന്നാണ് ഇത്. കാർമേഘങ്ങളൊക്കെ മാറി എന്നാണ് അർത്ഥം. ഈ നിലാവ് നനഞ്ഞു കിടക്കുന്ന ഇലകളിലേക്ക് അരിച്ചിറങ്ങിയപ്പോൾ എന്താണ്, മഴയ്ക്ക് നിറക്കൂട്ടുമായി. മഴ പെയ്ത ആ ഭൂമി തന്നെ നല്ല തിളങ്ങുന്ന വെള്ള നിറവും ഒക്കെ ഒലിച്ചെറിഞ്ഞ നിലാവ് വെച്ചപ്പോൾ ഈ ഇലകളെല്ലാം തിളങ്ങാൻ തുടങ്ങി. വെള്ളം ഉണ്ടല്ലോ, അതിൽ നനവുണ്ടല്ലോ. ഇനി പച്ച പുലികൾക്കിടയിൽ മിന്നാമിനുങ്ങുകളുടെ കൂട്ടം നിലാനിറമാർന്ന മഴയ്ക്ക് പുഴയുടെ പശ്ചാത്തലവും മിന്നാമിനുങ്ങുകളുടെ അലങ്കാരവും. എന്താണ്? മഴയുടെ കഴിഞ്ഞപ്പോൾ മഴത്തുള്ളികൾ നിൽക്കുന്ന ചെറിയ ചെറിയ പോച്ചത്തലപ്പുകളൊക്കെ കൊച്ചു കൊച്ചു മഞ്ഞ് പോലെ തന്നെ മഴത്തുള്ളികൾ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് നിലാവുദിച്ചത്. അപ്പോൾ നിലാവിൻ്റെ വെളിച്ചവയിലെല്ലാം തട്ടി പ്രതിധ്വനിക്കുന്നുണ്ട്. അവ കൂടാതെ നല്ല മിന്നാമിനുങ്ങൾ, രാത്രിയിൽ മിന്നാമിനുങ്ങളുടെ വെളിച്ചം നമുക്കറിയാമല്ലോ. അത് മിന്നാമിനുങ്ങളുടെ നിറവും അവയുടെ വന്നിരുന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ മഴയ്ക്ക് വളരെയധികം സൗന്ദര്യമായി, പ്രകൃതിക്കും സൗന്ദര്യമായി. ഇടിമിന്നൽ ചാലുകൾക്ക് ഇടയ്ക്ക് കാട്ടിലേക്ക് വന്ന പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ച് ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്ന മിന്നലിനെ അറിയാമല്ലോ അതിൻ്റെ തിളക്കം. ആ തിളക്കം പുഴയുടെ വെള്ളത്തിലേക്ക് വന്ന് അലച്ചപ്പോൾ അതിൻ്റെ പ്രതിഫലനം വന്നപ്പോൾ പുഴയ്ക്ക് എന്താണ്, പുഴയിൽ ചിത്രങ്ങൾ വരയ്ക്കുകയാണോ? നമുക്ക് അല്ലെങ്കിൽ മിന്നൽ കാണുമ്പം ഭംഗിയാണ്, അപകടമാണെങ്കിൽ പോലും നല്ല ഭംഗിയാണ് മിന്നൽ, അല്ലേ? നമുക്ക് നോക്കി നിന്ന് ആകാശത്ത് ഇങ്ങനെ വാൾ വീശുന്ന പോലെ ഇങ്ങനെ മിന്നി പോകുന്നതാണ്. അത് പുഴയിലെ വെള്ളത്തിനെയും വളരെ ഭംഗിയുള്ളതാക്കി ചിത്രങ്ങൾ വരയ്ക്കുകയാണോ എന്ന് തോന്നിപ്പിക്കുമാറ് മിന്നലും അടിച്ചു രാത്രിയിൽ. അല്ലാതെ മറ്റു ശബ്ദ കോലാഹലങ്ങളൊക്കെ നിലച്ചു. കവി പറഞ്ഞിരുന്നു, ഇപ്പോൾ മഴയും കാറ്റും മിന്നലും അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല.
കൂട്ടുകാരെ, വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നതിനാൽ ഇതിൻ്റെ ബാക്കി ഭാഗവും പാഠത്തിൻ്റെ പഠന പ്രവർത്തനവുമായി അടുത്ത വീഡിയോയിലെത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമല്ലോ, ഷെയർ ചെയ്യുമല്ലോ, സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. എല്ലാവർക്കും നന്ദി.